പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാറാത്തത് ഇനി മാറും, കേരളം ഇനി വളരും, വികസനം മോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിലെ യുവാക്കളും സ്ത്രീ സമൂഹവും അടക്കം ഇപ്പോൾ BJPക്കും NDAക്കും ഒപ്പമാണ്. കേരളത്തിൽ മാറാത്തത് ഇനി മാറുകയും കേരളത്തിൽ മാറ്റത്തിന്റെ തുടക്കമായിരിക്കുകയാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. ഇടത് വലത് മുന്നണികൾ കേരളത്തെ പിന്നോട്ടടിച്ചു. ഇനി കേരളത്തിൽ A ടീം BJP മാത്രമാണ് എന്നും ഇടത് വലത് നേതാക്കൾ ഇത് സമ്മതിച്ചിരിക്കുകയാണ്. കേരളത്തിൽ NDA സർക്കാർ ഉണ്ടാക്കുമെന്നും കേരളത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു നൽകുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് കേരളം 5 ലക്ഷം കോടിയിലധികം രൂപ കടം കയറിയ അവസ്ഥയിലാണ്. കേരളത്തിന് അവകാശപ്പെട്ട പണം എവിടേക്കാണ് പോയിരിക്കുന്നത്? ഇനിയും ഒറ്റ ഉത്തരം മാത്രമേ ഇതിന് പറയാൻ സാധിക്കൂ. LDFകാരുടെ കീശയിലേക്കാണ് ഈ പണമെല്ലാം തന്നെ പോയിരിക്കുന്നത് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. പാലക്കാടിനെ ആവേശഭരിതമാക്കിക്കൊണ്ട് അദ്ദേഹം തുടക്കം തന്നെ മലയാളത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. മാത്രമല്ല കേരളം മാറ്റത്തിന്റെ പാതയിലാണ് എന്നും അത് പാലക്കാട് BJPക്ക് കേരളത്തിലേക്കുള്ള കവാടമാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ പാലക്കാട് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സീറ്റുകളിൽ ഒന്നായ പാലക്കാട് അത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നും അതിന്റെ ഒരു ലക്ഷ്യം കാണാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതേസമയം അദ്ദേഹമാകട്ടെ ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെത്തിയ പ്രധാനമന്ത്രിയെ വൻ ജനക്കൂട്ടമാണ് സ്വീകരിച്ചത്. അവിടെ നിന്ന് വാഹന വ്യൂഹത്തിൽ അദ്ദേഹം കോട്ട മൈതാനത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. മിഷൻ സ്കൂൾ ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെ റോഡിന് ഇരുവശത്തും തിങ്ങി നിറഞ്ഞ പ്രവർത്തകരെ അദ്ദേഹം റോഡ് ഷോയിലൂടെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത്. റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ സമ്മേളന നഗരിയിൽ മറ്റ് പ്രധാന സ്ഥാനാർത്ഥികളും മോദിയോടൊപ്പം തന്നെ വേദി പങ്കിടുകയും ചെയ്യുന്നു. കേരളത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ പ്രധാനമന്ത്രി ആകട്ടെ അദ്ദേഹത്തിന്റെ Xൽ മലയാളത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ കുറിക്കുകയും ചെയ്തു. അതാകട്ടെ ഇപ്പോൾ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കേരളത്തിലെ പൊതു മനോഭാവവും NDAക്ക് അനുകൂലമാണ് എന്നും LDF UDF മുന്നണികളുടെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരാണ് എന്നതാണ് അദ്ദേഹം ആ എക്സ്പോസിലൂടെ കുറിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് വൈകിട്ട് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമായിരിക്കും താനെന്നും അദ്ദേഹം മലയാളത്തിലൂടെ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ട മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.